So good morning all. Today we'll be dealing with some small problems. Then we'll be moving into the next topic. ഒരു മൂന്നാല് പ്രോബ്ലം ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇതേപോലെ തന്നെ പറഞ്ഞു നിങ്ങൾ ഓരോന്നിനും നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളും ഇത് പാരലലി ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ക്ലാസ്സിൽ. So we can look at the question. The maximum values of the alternating voltage and current are 400 volt and 20 ampere. The maximum value of the alternating voltage annittundu. Maximum value of alternating voltage ennu parayunnanu Vm. appo namukku thannadile Vm thannittundu. Maximum value of the current thannittundu. appo 20 ampere ennu parayunnathu current aanu. In a circuit connected to 50 Hz supply. 50 Hz is frequency. And these quantities are sinusoidal. Waveform sine wave. The instantaneous values of the voltage and the current are 283 volt and 10 ampere at t is equal to 0. T equal to 0 voltage and instantaneous value ആണ്. അപ്പോൾ ഇത് V of 0, ഇത് I of 0. നമുക്കറിയാലോ V of t, I of t എന്ന് നമ്മൾ പറയാം. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ t is equal to 0. അപ്പോൾ V of 0 തന്നിട്ടുണ്ട്, I of 0 തന്നിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ദ വോൾട്ടേജ് ആൻഡ് ദ കറന്റ് അറ്റ് ടൈം t. അപ്പം നമുക്ക് എഴുതേണ്ടത് ഇവിടെ എന്തൊക്കെയാ? ജനറൽ എക്സ്പ്രഷൻ ഓഫ് വോൾട്ടേജ് V of t യും general expression of current I of t ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. And determine the power consumed in the circuit. അവിടുത്തെ പവറും കണ്ടുപിടിക്കണം. ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പം നെക്സ്റ്റ് ഞാൻ മുകളിൽ ആ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ മുകളിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കിക്കൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാമല്ലോ. അപ്പം നമുക്ക് അറിയുന്നൊരു കാര്യം എന്താണ്? നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്, ജനറൽ എക്സ്പ്രഷൻ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? V of t is equal to Vm sin omega t പ്ലസ് ഫൈ. ഈ ഫൈ മറക്കരുത്, ഈ ഫൈ ആണ് ഫേസ്. ചില സമയത്ത് അത് 0 ആയിരിക്കും, ചില സമയത്ത് അത് 0 ആയിരിക്കില്ല. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വി എം എന്ന് പറയുന്നത് 400 ആണ് തന്നിട്ടുണ്ട്. വി എം എന്ന് പറയുന്നത് 400 ആണ്. പിന്നെ നമ്മൾ എഴുതിയത് വി ഓഫ് 0. വി എം എന്ന് പറയുന്നത് 400 ആണ്. വി ഓഫ് 0 എന്ന് പറയുന്നത് 283 ആണ്. പിന്നെ തന്നിരിക്കുന്ന പാരാമീറ്റർ ആണ് വി ഓഫ് 0 എന്ന് പറയുന്നത് 283 ആണ്. വി ഓഫ് 0 എന്ന് പറയുന്നത് 283. അപ്പൊ നമ്മൾ എൻ്റെ ഇക്വേഷൻ 1 യു സബ്സ്റ്റിറ്റ്യൂട്ട് t equal to 0 in equation 1. അപ്പോൾ നമുക്ക് V of 0 കിട്ടുമല്ലോ. അപ്പോൾ V of 0 is equal to Vm എന്ന് പറയുന്നത് എത്രയായിരുന്നു? 400 sin ഒമേഗ t equal to 0 ആണ്. അപ്പോൾ ഒമേഗ ഇൻറ്റു 0 പ്ലസ് 5 നമുക്കറിയില്ല, പ്ലസ് 5 അല്ലേ? അപ്പോൾ V of 0 എന്ന് പറയുന്നത് എത്രയാണ്? ദിസ് ഈസ് 283. അപ്പോൾ സൈൻ ഒമേഗ ഇൻറ്റു 0 എന്ന് പറയുന്നത് ഈ വാല്യൂ 0 ആയി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ നമുക്ക് എഴുതാം 283. ഞാൻ 400 അങ്ങോട്ട് കൊണ്ടുപോയി. 283/400 ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 പ്ലസ് 5. അപ്പോൾ സൈൻ 5 എന്ന് മാത്രം വരും. സൈൻ 5. ഇതിനകത്ത് നമുക്ക് 283/400 എന്നുള്ളത് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് എന്ത് എഴുതാം? സൈൻ 5 ഈസ് ഈക്വൽ ടു 283/400 എന്നുള്ളത് ചെയ്ത് നോക്കുമ്പോൾ എന്താ കിട്ടുക? 0.707 കിട്ടും. അതായത് 1/√2. അപ്പൊ നമുക്കറിയാം 5 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 0.707. കാൽക്കുലേറ്ററിൽ ചെയ്യാട്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്യാം. 0.707ന്റെ 1/√2ന്റെ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 45 ഡിഗ്രി.
45 ഡിഗ്രീനെ നമ്മൾ റേഡിയനിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 180/4 അല്ലേ, അപ്പോൾ π/4 റേഡിയൻ. അപ്പം നമുക്ക് φ എന്ന സംഭവം കിട്ടി. അപ്പം നമുക്ക് നമ്മുടെ ജനറൽ എക്സ്പ്രഷനകത്ത് ഇത് കൊടുക്കാമല്ലോ. ജനറൽ എക്സ്പ്രഷനകത്ത് 1 ആണ് നമ്മൾ ജനറൽ എക്സ്പ്രഷൻ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 ഫോർ ദി ജനറൽ എക്സ്പ്രഷൻ. അതിപ്പോൾ എല്ലാ വാല്യൂ നമുക്കറിയാം. വി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി ഓഫ് എം എത്രയായിരുന്നു ഓൾറെഡി തന്നിട്ടുണ്ട് 400 സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ 2πf 2πf തന്നിട്ടുണ്ട് 50 ക്വസ്റ്റ്യനിലുണ്ട് 50 ഹെർട്സ് സപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ 50 പ്ലസ് 5 എത്ര കണ്ടുപിടിച്ചപ്പം π/4. So what you can write is that V of t is equal to 400 sin 2 into 50 is equal to 100. അപ്പോൾ 100 pi plus π/4. 100 pi t ഉണ്ട്, സോറി ഇവിടെ t ഉണ്ട്, t ഒമേഗ t 100 pi t plus π/4. ശരിയല്ലേ? ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ജനറൽ എക്സ്പ്രഷൻ ഓഫ് ദി വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു, ജനറൽ എക്സ്പ്രഷൻ ഓഫ് ദ കറണ്ടിന് കണ്ടുപിടിക്കണം. ശരിയല്ലേ? ജനറൽ എക്സ്പ്രഷൻ ഓഫ് ദ കറണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഇനി എക്സ്പ്രഷൻ ഫോർ കറണ്ട് എഴുതാം. എക്സ്പ്രഷൻ ഫോർ കറണ്ട് എന്തറിയാം? ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇതേപോലെ തന്നെ കേട്ടോ, IM സൈൻ ഒമേഗ ടി പ്ലസ് 5. ഈ 5 മറ്റേ 5 സെയിം ആവണം എന്നില്ല കേട്ടോ. അപ്പം നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ ഐ ഓഫ് ടി എന്ന് നമുക്ക് അറിയാവുന്ന വാല്യൂ എന്തൊക്കെയാ? ക്വസ്റ്റ്യനിലുണ്ട് IM-ന്റെ വാല്യൂ 20, ഐ ഓഫ് 0-ന്റെ വാല്യൂ 10. അപ്പം 10 ഈസ് ഈക്വൽ ടു 20 sin omega into 0 plus 5. അപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ 20-നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 10/2 ഹാഫ് എന്ന് കിട്ടും. സോ സൈൻ ഒമേഗ ഇൻറ്റു 0 വരും. സൈൻ 5 ഈസ് ഈക്വൽ ടു 10/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സൈൻ 5 ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അപ്പം 5 എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. എത്രയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2? സൈൻ ഇൻവേഴ്സ് ഓഫ് 0.5 ഈസ് 30. 30 എന്ന് പറഞ്ഞാൽ റേഡിയനിൽ എഴുതുമ്പോൾ π/6, 180/6. ഇത്രയും റേഡിയൻ, ഇത്രയും ഡിഗ്രി. അപ്പോൾ എങ്ങനെയായിരിക്കും ജനറൽ എക്സ്പ്രഷൻ? ജനറൽ എക്സ്പ്രഷൻ വിൽ ബി 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ 2. ജനറൽ എക്സ്പ്രഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 2. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു IM-ന്റെ വാല്യൂ എത്രയാണ്? 20 സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. 2πf തന്നിട്ടുണ്ട് 50 t പ്ലസ് π/6. അതായത് 20 സൈൻ 100 pi t പ്ലസ് π/6. ഇതാണ് നിങ്ങളുടെ ഐ ഓഫ് ടി. അപ്പോൾ ഐ ഓഫ് ടിൻ്റെ എക്സ്പ്രഷനും കിട്ടി, വി ഓഫ് ടിൻ്റെ എക്സ്പ്രഷനും കിട്ടി. അപ്പോൾ നമ്മളതൊന്ന് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ മുകളിൽ കാണിച്ചിട്ടുണ്ട്. വോൾട്ടേജിന്റെ വാല്യൂ മാക്സിമം വാല്യൂ 283. അപ്പോൾ വോൾട്ടേജിന്റെ വാല്യൂ കറണ്ടിന്റെ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം വോൾട്ടേജിന്റെ വാല്യൂ 400 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോൾട്ടേജിന്റെ വേവ് ഫോം കറണ്ട് വേവ് ഫോമിനേക്കാളും കൂട്ടി വരച്ചു. പക്ഷേ വോൾട്ടേജ് വേവ് ഫോമിന്റെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് π/4 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്ന ഈ ഒറിജിനിൽ നിന്നും ശ്രദ്ധിക്കണേ, ഈ ഒറിജിനിൽ നിന്നും π/4 മുന്നേ +5 ആണ്. +5 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ലീഡിങ് കറണ്ട് ആണ്. അപ്പം
ഇടത് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. +5, 5ന്റെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ 0യിൽ നിന്നും π/4 ഞാൻ മുന്നോട്ടേക്ക് മൂവ് ചെയ്തിട്ട് അവിടുന്ന് ഞാൻ എൻ്റെ വേവ് ഫോം വരച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ വോൾട്ടേജ് വേവ് ഫോം കിട്ടി. ഈ കറണ്ട് വേവ് ഫോം ആകുമ്പോഴോ അവിടുത്തെ 5ന്റെ വാല്യൂ π/6 ആണ്. π/6 എന്ന് പറഞ്ഞാൽ π/4നേക്കാളും ചെറുതാണ്, പക്ഷേ അത് +π/6 ആണ്. അപ്പം അതുകൊണ്ട് എന്താ, ഒറിജിനലിൽ നിന്നും π/6 ഇപ്പുറത്തു നിന്നായിരിക്കും ഈ വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം. രണ്ടിൻ്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 Hz. ബോത്ത് ആർ സെയിം സിനുസോയിഡ് വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി. സംശയമില്ലല്ലോ. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തേതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യണം. Now we can move to the second part. സെക്കൻഡ് പാർട്ടിൽ എന്താണ്, പവർ കൺസ്യൂംഡ് ഇൻ ദ സർക്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പവറിൻ്റെ എക്സ്പ്രഷൻ P = VI cos θ. VI cos θ എന്നറിയാം. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ടെണ്ണത്തിൻ്റെ ഫേസിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഒന്നിൻ്റെ ഫേസ് π/4 ആണ്, ഒന്നിൻ്റെ ഫേസ് π/6 ആണ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ദ phase difference between voltage and current. വോൾട്ടേജിൻ്റെയും കറണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി അതേപോലെ ഇവിടുത്തെ V and I, P = VI cos ∅ V and I are RMS values of voltage and current. RMS values of voltage and current. ഇത്ര ആലോചിക്കാനുള്ളത്. VI cos θ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ വിൻ്റെയും ഐയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. വിയും ഐയും എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിന്റെ RMS വാല്യൂ. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, RMS വാല്യൂവിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു, മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2. നമ്മൾ പഠിച്ച ഇന്നലത്തെ ക്ലാസ്സിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 283 ഡിവൈഡഡ് ബൈ √2. കാൽക്കുലേറ്ററിൽ 283/√2 ചെയ്ത് കഴിഞ്ഞാൽ 283 അല്ല അല്ലേ, 400 ആയിരുന്നു. സോറി the value is 400. Vm is 400. So this is 400/√2. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട് Vm is 400. Vm is 400. Vmന്റെ വാല്യൂ 400. 400/√2 ചെയ്ത് നോക്കാം. 400/√2 അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ 400/√2 എന്നുള്ളൊരു വാല്യൂ വേണമെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കും. ഐ എന്ന് പറയുന്നത് എന്താണ്, അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. Im/√2. ഐ എന്ന് പറഞ്ഞാൽ Im/√2. Im എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ മാക്സിമം വാല്യൂ. കറണ്ടിന്റെ മാക്സിമം വാല്യൂ 20 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈസ് 20/√2. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രണ്ടെണ്ണത്തിന്റെ ഫേസ് ഡിഫറൻസ്. വോൾട്ടേജിന്റെ ഫേസ് ഒന്നിന്റെ കിട്ടിയത് 45 ഡിഗ്രിയാണ്, ഒന്നിന്റെ കിട്ടിയത് 30 ഡിഗ്രിയാണ്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ ഫേസ് ആയ 45 ഡിഗ്രി മൈനസ് കറണ്ടിന്റെ ഫേസ് ഡിഫറൻസ് ആയ 30. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, 15 ഡിഗ്രി എന്ന് കിട്ടി. 15 ഡിഗ്രി. അപ്പൊ എനിക്ക് വിയും കിട്ടി, ഐയും കിട്ടി, തീറ്റയും കിട്ടി. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, വി എന്ന് പറഞ്ഞാൽ Vm/√2 400/√2 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ, അതായത് ഇക്വേഷൻ 3-ലാണ് കൊടുക്കുന്നത്. ഇക്വേഷൻ 3 ഐ എന്ന് പറഞ്ഞാൽ 20/√2 കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി. ഇതുകൊണ്ടാണ് ഞാനിവിടെ √2 അവിടെ കണ്ടുപിടിക്കുന്നത്, കാരണം √2 കൂടെ എനിക്ക് 2 കിട്ടുന്നത് ഉറപ്പാണ്. അപ്പൊ P = VI cos θ. P = VI cos θ. അതിൽ V ആൻഡ് I എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ Vm Im cos θ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇത് രണ്ടും പവറിന്റെ എക്സ്പ്രഷനാണ്. VI cos θക്കകത്ത് Vm Im RMS ആണ്, അല്ലെങ്കിൽ 1/2 Vm Im cos θ, അതിൽ Vm ആൻഡ് Im മാക്സിമം ആണ്. അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 400 × 20 ഡിവൈഡഡ് ബൈ √2, അപ്പം 4000 × cos 15 എന്നാണ് വരിക.
4000 into cos 50. അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 3864 watts. So this is the second part of the question. Question the second part. First expression for the voltage, രണ്ടാമത്തെ expression for the current, മൂന്നാമതുള്ളത് expression for the power. അപ്പോൾ പവറിൻ്റെ എക്സ്പ്രഷൻ ഓർത്ത് വയ്ക്കുക, വി ഐ കോസ് തീറ്റ ആണ്. ആ വിയും ഐയും ആർ എം എസ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ വി ആൻഡ് ഐ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം വാല്യൂവിൻ്റെ പേരിൽ എഴുതുവാണെങ്കിൽ നമുക്ക് ഹാഫ് ഇൻറ്റു വി എം ഐ എം കോസ് തീറ്റ എന്നും എഴുതാം. രണ്ടും പവറിൻ്റെ വാല്യൂസ് ആണ്. വി എമ്മോ ഐ എമ്മോ അറിയാന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആർ എം എസ് ആണ് അറിയുന്നതെന്നുണ്ടെങ്കിൽ വി ഐ കോസ് തീറ്റയ്ക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എനി ഡൗട്ട്സ്? ചെറിയ ചെറിയ പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് വരും എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുഞ്ഞ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാം. ഓക്കെ അല്ലേ? അടുത്തേക്ക് പോകണേ. ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓഫ് ഫ്രീക്വൻസി 50 ഹെർട്സ് എന്ന് പറയുമ്പം ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 ഹെർട്സ്. അതിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് 100 ആംപിയർ. അപ്പം ഐ എം തന്നിട്ടുണ്ട്, ഐ എമ്മും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതായത് ഇപ്പം ഫ്രീക്വൻസിയും ഐ എമ്മും തന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കറണ്ടിന്റെ എക്സ്പ്രഷൻ എഴുതാം. ഞാൻ കാണിച്ചു തരാം. അത് അപ്പുറത്ത് ഒന്നുകൂടി എഴുതി തരാം. ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. ഐ എം എന്നുള്ളത് 100 ആണ്. സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. ഒമേഗ ഈസ് 2πf. എഫ് തന്നിട്ടുണ്ട് 50, അപ്പം 100 പൈ. അപ്പം സൈൻ 100 പൈ ടി. എന്തില്ല? 5 ഇല്ല. അപ്പം ഫസ്റ്റത്തെ സെന്റൻസിൽ നിന്ന് തന്നെ എനിക്ക് ഐ ഓഫ് ടി എന്താണ് എന്നുള്ളത് എഴുതാൻ പറ്റി. ഇറ്റ് ഈസ് 100 സൈൻ 100 പൈ ടി എന്നുള്ളത് കിട്ടി. ഇനിയുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇറ്റ്സ് വാല്യൂ ഈസ് 1/600 സെക്കൻഡ് after the instant the current is 0 and its value decreasing thereafter. അപ്പം എന്താണ്? കറണ്ട് 0 ആവുകയും പിന്നെ കുറയുകയും ചെയ്യുന്ന പോയിന്റ്. അപ്പം ഞാൻ സൈൻ വേവ് ഞാൻ ഇങ്ങനെ കറണ്ടിന്റെ വേവ് ഫോം ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കറണ്ട് 0 ആയ പോയിന്റ്, അപ്പോൾ ഇവിടെ എനിക്ക് കുറേ ഓരോരോ ഹാഫ് സൈക്കിൾ കഴിഞ്ഞാലും കറണ്ട് 0 ആവുന്ന പോയിന്റ് എൻ്റെ ഉണ്ട് അല്ലേ? അപ്പൊ ഇത് കറണ്ട് 0 ആവുന്ന പോയിന്റ് ആണ്, ഇത് കറണ്ട് 0 ആവുന്ന പോയിന്റ് ആണ്, ഇതും കറണ്ട് 0 ആവുന്ന പോയിന്റ് ആണ്. പക്ഷെ ഇതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? കറണ്ട് 0 ആയിട്ട് ദെൻ ഇറ്റ്സ് വാല്യൂ ഈസ് ഡിക്രീസിങ് ദെയർ ആഫ്റ്റർ. അപ്പൊ കാണിച്ചിരിക്കുന്ന പോയിന്റ് ഇതാണ്. ഈ പോയിന്റിനെ പറ്റിയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഡിക്രീസിങ് ദെയർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 1/600 സെക്കൻഡ് ആഫ്റ്റർ ദ ഇൻസ്റ്റന്റ്, ഇത് കഴിഞ്ഞിട്ട് ഉള്ളൊരു പോയിന്റ്. ആ പോയിന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/600 ഓഫ് എ സെക്കൻഡ് ആണ്. അപ്പം ഈ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഇവിടെ നിന്നും ഞാൻ 1 എന്ന് കാണിച്ചിരിക്കുന്ന പോയിന്റിൽ നിന്നും 1/600 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള പോയിന്റ്, ഈ സമയത്തുള്ള കറണ്ട് എന്ത്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി സെക്കൻഡ്സ് ആഫ്റ്റർ ദ ഇൻസ്റ്റന്റ് ദ കറണ്ട് ഈസ് 0 ആൻഡ് ഇൻക്രീസിങ് ദെയർ ആഫ്റ്റർ. അപ്പൊ കറണ്ട് 0 ആയിട്ട് പിന്നെ കൂടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ 2 പറഞ്ഞിരിക്കുന്ന പോയിന്റ്. അല്ലെങ്കിൽ ബിയിൽ, എ ബി തന്നെ എഴുതാം. ഇത് ബി, ഇത് എ. ബിയിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇതാണ്. ഹൗ മെനി സെക്കൻഡ്സ് ആഫ്റ്റർ ദ ഇൻസ്റ്റന്റ് ദ കറണ്ട് ഈസ് 0 വിൽ ദ കറണ്ട് അറ്റൈൻ ദ വാല്യൂ 86.6. അപ്പൊ ഇതിന് ശേഷം ഇവിടെ എവിടെയോ എനിക്ക് 86.6 എന്ന വാല്യൂ ആയിട്ടുണ്ട് എൻ്റെ കറണ്ടിന്റെ. ഈ ടൈം ഏതാണ്? ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയാം, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് ഡിക്രീസ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഞാൻ എ എന്ന് മാർക്ക് ചെയ്ത പോയിന്റ് കഴിഞ്ഞിട്ട്, അപ്പൊ ആ പോയിന്റിലെ ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ പോയിന്റ് കഴിഞ്ഞിട്ട് 1/600 ഓഫ് എ സെക്കൻഡ് കൂടി കഴിയുമ്പോൾ കിട്ടുന്ന പോയിന്റില്ലേ, അവിടുത്തെ വാല്യൂ എത്രയാണ്? അപ്പൊ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലോ,
നിങ്ങളുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങി കഴിഞ്ഞിട്ട് ഏതോ ഒരു സമയം എത്തിയപ്പോൾ നിങ്ങളുടെ കറണ്ടിന്റെ വാല്യൂ 86.6 ആണ്. ആ ടൈം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആ വേവ് ഫോം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് വരച്ച സംഭവം തന്നെയാണ് ഇവിടെ വരച്ചത്. അപ്പം ഞാനിൽ ഉത്തരവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കത് ചെയ്ത് കഴിയുമ്പം നമുക്കിത് ക്രോസ് ചെക്ക് ചെയ്യാം. ഈ ആൻസറിനെ വെച്ചിട്ട് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം ചോദിച്ചിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞിട്ട് 1/600 ഓഫ് എ സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ഈ ടോട്ടൽ ടൈം പീരീഡ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/ഫ്രീക്വൻസി 50 ആണ്. അപ്പൊ എന്റെ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 1/50 സെക്കൻഡ്. സോ ദിസ് 1/50 സെക്കൻഡ് ഈസ് യുവർ ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ വരെ ഉള്ളത് പോയിന്റ് എന്ന് പറയുന്നത് 1/100 സെക്കൻഡ് ആണ്. എ വരെയുള്ള പോയിന്റ്, കാരണം അതിന്റെ പകുതിയാണ്. എ വരെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 1/50ന്റെ പകുതി. അപ്പോൾ 1/50/2 വിച്ച് ഈസ് 1/100. അത് കഴിഞ്ഞിട്ട് ഒരു 1/600 കൂടി കഴിഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നതാണ് ബി. അപ്പം ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, അല്ലെങ്കിൽ അത്രയും ടൈം എന്ന് പറയുന്നത് ഏതാ? 1/600 സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റ് എൻ്റെ ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ടേക്കിംഗ് O as starting point, okay, the time at point B is equal to എത്ര കിട്ടും? OA എന്ന സമയം പ്ലസ് AB എന്ന സമയം. OA എന്ന് പറയുന്നത് എത്രയാ? നമ്മളുടെ ടൈമിന്റെ പകുതി, ടൈം പീരീഡിന്റെ പകുതി T/2 പ്ലസ് AB എത്രയും തന്നിട്ടുണ്ട്? 1/600 തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ T/2 എന്ന് പറയുന്ന T എത്രയാണ്? 1/50. 1/50/2 പ്ലസ് 1/600 which is 1/100 plus 1/600 which is 7/600. LCM എടുത്താൽ മതി. 7/600. ആ സമയത്തുള്ള കറണ്ടിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കറണ്ടിന്റെ എക്സ്പ്രഷൻ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. I of t is equal to Im sin 100πt. So we know we have I of t is equal to 100 sin 100πt. 100 sin 100πt എന്ന് തന്നിട്ടുണ്ട്. അപ്പം എന്താ കണ്ടുപിടിക്കേണ്ടത്? സോ അറ്റ് t is equal to എത്രയാ? 7/600 കണ്ടുപിടിച്ചു. I value is equal to 100 sin t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 100π ന്റെ വാല്യൂ എത്രയാ? 7/600 which is equal to 100 sin 7π/6. 100 sin 7π/6 എന്ന് കിട്ടി. അപ്പോൾ 7π/6 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് π/6. π/6 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. sin π/6ന്റെ വാല്യൂ എന്ന് പറയുന്നത് the value is minus 1/2. So 100 into minus, അത് ചെയ്ത് നോക്കിയാൽ മതി, കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. 100 into minus 1/2. So the value is minus 50. ഉണ്ടോ? അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രാഫിൽ നോക്കുക. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടുത്തെ ഈ കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് -50 ആണ്. ദാറ്റ് ഈസ് -50 amperes. So this is the A part of your problem. ഇനി ബി പാർട്ട് ഓഫ് ദ പ്രോബ്ലത്തിലേക്ക് പോവാം. ബി പാർട്ട് ഓഫ് ദ പ്രോബ്ലം, how many seconds after the instant the current is 0 increasing thereafter will the current attain the value 86.6?
അപ്പോൾ ഒ എന്ന റെഫറൻസ് വാല്യൂ എടുത്തു. ഒ എന്ന റെഫറൻസ് വാല്യൂ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങളുടെ കറണ്ടിന്റെ വാല്യൂ 86.6 ആയത് എന്നുള്ള ആ ഒരു പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ ഉണ്ടല്ലോ. സോ ബിക്കകത്ത് നമുക്കറിയാം ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു 100 സൈൻ 100 പൈ ടി. അതായത് ചോദിച്ചിരിക്കുന്നത് ഏതോ ഒരു സമയത്ത് 86.6 ആയി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു 86.6 amperes. We have to find what is that particular time. അപ്പോൾ ഐ ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 86.6 ഈസ് ഈക്വൽ ടു 100 സൈൻ 100 പൈ ടി. പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 180 ആണ്. 2 പൈ എന്ന് പറഞ്ഞാൽ 360 ആണ്. അപ്പോൾ 100 ഇൻറ്റു 180 ഇൻറ്റു ടി എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടും? സൈൻ 18000 ടി ഈസ് ഈക്വൽ ടു 86.6 ഡിവൈഡഡ് ബൈ 100. 86.6 ഡിവൈഡഡ് ബൈ 100. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി 18,000 ടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈനിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 86.6 ഡിവൈഡഡ് ബൈ 100. സൈൻ ഇൻവേഴ്സ് ഓഫ് 86.6 ഡിവൈഡഡ് ബൈ 100. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 0.866. സൈൻ ഇൻവേഴ്സ് ഓഫ് 0.866 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ദിസ് വാല്യൂ ഈസ് 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്ത് കിട്ടി? 18000 t is equal to 60. So your t is equal to 60 divided by 18,000. So your t is equal to 0 cancel ചെയ്യാം, 6ഉം 18ഉം cancel ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടും. 1/300 സെക്കൻഡ്. അപ്പോൾ 1/300 സെക്കൻഡ് കഴിയുമ്പോഴാണ് നിങ്ങളുടെ കറണ്ടിന്റെ വാല്യൂ എത്രയാവുന്നത്? 86.6 ആവുന്നത്. അപ്പോൾ ദിസ് ഈസ് എ ലിറ്റിൽ ട്രിക്കി ക്വസ്റ്റ്യൻ ആക്ച്വലി. സോ അത് വേവ് ഫോം വരച്ച് ഓരോ പാരാമീറ്റർ എന്താണ് എന്നുള്ള എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. Now coming to the next question. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി RMS വാല്യൂ, ദ ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ ഓഫ് എ പീരിയോഡിക് വോൾട്ടേജ് having the following values for equal time intervals changing suddenly from one value to next. ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. ആ സെറ്റ് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0, 5, 10, 20, 50, 60, വീണ്ടും 50, 20, 10, 5, 0, -5, 10. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 2, 4, 6, 8, 10, 12, 13 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? RMS വാല്യൂ ഓഫ് ദ സൈൻ വേവ് കണ്ടുപിടിക്കണം, ഫോം ഫാക്ടർ കാണണം, പീക്ക് ഫാക്ടർ കാണണം. പിന്നെ വാട്ട് വിൽ ബി RMS വാല്യൂ ഓഫ് ദ സൈൻ വേവ് ഹാവിംഗ് ദ സെയിം പീക്ക് വാല്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് RMS വാല്യൂ കാണണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു RMS വാല്യൂ? ഇതൊരു വോൾട്ടേജ് ആണ്. അപ്പം നമുക്ക് VRMS ആണ് കാണേണ്ടത്. VRMS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഈ വാല്യൂസിന്റെ എല്ലാം സമ്മ്. സ്ക്വയർ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ
വീണ്ടും 50 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ. All values divided by 13. This is the value of your VRMS. Okay, നിങ്ങൾ ചെയ്തു നോക്കാം. Approximately this value will be 31 volt. The approximate value is 31 volt. കാൽക്കുലേറ്ററിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുമില്ല. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു V1 സ്ക്വയർ റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് എക്സെട്ര VN സ്ക്വയർ ഡിവൈഡഡ് ബൈ N എന്ന്. ഇവിടെ 13 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഓരോ സ്ക്വയർ റൂട്ട് എടുത്തു, ഓരോന്നിൻ്റെയും സ്ക്വയർ എടുത്തു, എല്ലാം ആഡ് ചെയ്തു, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോയിന്റ്സ്. നമ്പർ ഓഫ് പോയിന്റ്സ് ഇസ് 13. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് വാല്യൂ ആണ്. വി ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഒരു ഹാഫ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ എപ്പോഴും നമ്മൾ കാണുള്ളൂ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത 0 ഇവിടെ എത്തി. ഒരു 0 ക്വസ്റ്റ്യനിൽ നോക്കാം, ഒരു 0യിൽ സ്റ്റാർട്ട് ചെയ്തു, കുറേ പോസിറ്റീവ് വാല്യൂ കഴിഞ്ഞ് അടുത്ത 0 എത്തി. അപ്പം അത്രയും വാല്യൂ, പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ആവറേജ് വാല്യൂന്ന് കാണാൻ പാടുള്ളൂ. കാരണം ഒരു സിനുസോയ്ഡൽ വേവിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്താ പറയുക, ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഫുൾ സൈക്കിൾ അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെയും ഞാൻ അങ്ങനെ മാറ്റാൻ പോവാണ്. ഇവിടെയും നിങ്ങൾ ഹാഫ് സൈക്കിളിൽ തന്നെ കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ 10 സ്ക്വയർ എടുക്കണ്ട, ഈ 5 സ്ക്വയർ എടുക്കണ്ട, ഈ 0 സ്ക്വയർ എടുക്കണ്ട. അപ്പം നമുക്ക് രണ്ടും ഒരുപോലെ തന്നെ കാണാം. സോ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഒരു ഹാഫ് സൈക്കിൾ എടുക്കുക. അപ്പോൾ ഒരു ഹാഫ് സൈക്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത 0 വരെയുള്ള പോയിന്റ്സ്, ഒരു 0യിൽ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത 0 വരെയുള്ള പോയിന്റ്സ്. അപ്പം ഇത് 13 ആയിരിക്കില്ല. ദിസ് വിൽ ബി 1 2 3 4 5 6 7 8 9 10. ദിസ് വിൽ ബി 10. ആവറേജ് നമുക്ക് അതുപോലെ തന്നെ കാണാം. ഏതൊക്കെയാണ് വാല്യൂ വരിക? സ്ക്വയർ ഒന്നും വേണ്ട. 0 പ്ലസ് 5 പ്ലസ് 10 പ്ലസ് 20 പ്ലസ് 50 പ്ലസ് 60 പ്ലസ് 50 പ്ലസ് 20 പ്ലസ് 10 പ്ലസ് 5 divided by 10. So this value will be 23 volt. If you are doing it, you can see that this value is 23 volt. So you have to find the form factor. Form factor എന്തായിരുന്നു? തിയറട്ടിക്കൽ ആയിട്ട് ഒരു പെർഫെക്റ്റ് സൈൻ വേവിന്റെ ഫോം ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചാൽ 1.11 ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പം ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? RMS വാല്യൂ VRMS ഡിവൈഡഡ് ബൈ V ആവറേജ്. RMS എന്ന് പറയുന്നത് 31, ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 23. It is coming around 31 by 23 is approximately 1.35. So this is the value of the form factor, this is the value of the average, this is the average, this is the RMS value. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് കുറേ വാല്യൂസ് തന്നു. ആ വാല്യൂസിനകത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിച്ചു, അതായത് 0 തന്നിട്ടുണ്ടല്ലോ, ആ വാല്യൂസ് എല്ലാം എടുക്കുക. അപ്പം നമ്മൾ RMS ആണെങ്കിലും ഹാഫ് സൈക്കിളിലാണ് കണ്ടത്, ആവറേജ് ആണെങ്കിലും ഹാഫ് സൈക്കിളിലാണ് കണ്ടത്. അപ്പൊ ഒരു ഹാഫ് സൈക്കിൾ അതിൽ ഈ VRMSന്റെ അപ്പൊ വാല്യൂ മാറൂലേ? നമ്മ ഇങ്ങനെ പോസിറ്റീവ് എടുക്കുമ്പോൾ ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. RMSന്റെ വാല്യൂ ഇത് കറക്റ്റ് വാല്യൂ ആയിരിക്കും. ഞാൻ തുടക്കത്തിൽ എഴുതി പോയപ്പോഴത്തേക്ക് ഞാൻ മറ്റേതും കൊണ്ട് എഴുതിയതാണ്. ഞാൻ ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്താൽ മതിയല്ലോ. അപ്പം RMS ആണെങ്കിൽ 4 നമ്മൾ എഴുതാം. ഫോർ RMS and average value, for RMS and average value, take only one half cycle. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വാല്യൂ കറക്റ്റ് ആയിരിക്കും. കാരണം ഞാനിത് ചെയ്ത് വെച്ചപ്പം ഞാൻ എഴുതി വന്നപ്പോൾ ഞാൻ മറ്റേതുകൊണ്ട് എടുത്തു പോയതാണ്.
അപ്പോൾ 31 എന്നുള്ളത് തന്നെയായിരിക്കും ഇതിൻ്റെ ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ ആവറേജ് ആണെങ്കിലും RMS ആണെങ്കിലും നിങ്ങൾ ഒരു ഹാഫ് സൈക്കിൾ മാത്രം കൺസിഡർ ചെയ്യും. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇറ്റ് വാസ് എ സ്ട്രെയിറ്റ് പ്രോബ്ലം. ഇനി നിങ്ങൾ ബേസിക് ഇലക്ട്രോണിക്സിനകത്ത് ഹാഫ് വേവ് റെക്ടിഫയർ പഠിച്ച സമയത്ത് നിങ്ങൾ അതിൻ്റെ VDC വാല്യൂ എത്രയാണ്, ആവറേജ് വാല്യൂ എത്രയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അത് തന്നെ നമ്മളിവിടെ ഒന്നും കൂടെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫുൾ സൈൻ വേവിൽ ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്ന പാർട്ട് ഉണ്ടാവില്ല. സോ യുവർ ഹാഫ് വേവ് റെക്ടിഫയർ ഔട്ട്പുട്ട് വിൽ ബി only positive half cycles, negative half cycles will be avoided. ഓക്കെ, അപ്പം ആ ഹാഫ് വേവ് റെക്ടിഫയർ കറണ്ട് ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ RMS വാല്യൂ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ അറിയാം, സ്ക്വയർ റൂട്ട് എടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എവിടം മുതൽ എവിടം വരെയാണോ ഉള്ളത് അത്രയും നേരം അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ വാല്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഡിവൈഡ് ബൈ ടോട്ടൽ പീരീഡ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to 2π I സ്ക്വയർ d ഒമേഗ ടി ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ d തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ഒമേഗ ടി ആണ് കേട്ടോ, തീറ്റ ഈസ് ഒമേഗ ടി. അപ്പോൾ നമ്മൾ I സ്ക്വയർ d ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2π ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കാണുന്നത്. ഇതാണ് RMS വാല്യൂ. പക്ഷെ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സൈൻ വേവ് നോക്കുക, 0 മുതൽ π വരെ നിങ്ങളുടെ സിഗ്നൽ ഉള്ളൂ, π തൊട്ട് 2π വരെ നിങ്ങളുടെ സിഗ്നൽ ഇല്ല. പക്ഷെ നിങ്ങളുടെ പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 2π വരും, ഇൻ്റഗ്രലിൽ 2π വരില്ല, 0 to π വരുള്ളൂ. കാരണം π to 2π നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടുത്തെ സിഗ്നലിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ഒന്ന് 2π ഒന്ന് π എന്നുള്ളത്. അപ്പോൾ ഡിനോമിനേറ്റർ 2π വരാനുള്ള കാരണം ഈ സിഗ്നലിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. പക്ഷേ ഇൻ്റഗ്രലിൽ എന്തുകൊണ്ടാണ് π വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിഗ്നലിന് പോസിറ്റീവ് വാല്യൂ ഉള്ളത് 0 മുതൽ π വരെ ഉള്ളൂ. അപ്പം RMS കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് I സ്ക്വയർ d തീറ്റ ബൈ 2π. ആ ഇൻ്റഗ്രൽ എവിടെ നിന്ന് എവിടെ വരെ ഉണ്ടാവുള്ളൂ, 0 മുതൽ π വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് I എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, കാരണം വി ഓൾറെഡി നോ I ഈസ് ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി, അതായത് സൈൻ തീറ്റ. അപ്പോൾ തീറ്റ എന്ന് എഴുതിയാൽ തെറ്റിദ്ധരിക്കേണ്ട, ഒന്നെങ്കിൽ നിങ്ങൾക്ക് തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒമേഗ ടി എന്ന് ഒരുമിച്ച് എഴുതാം. ഒമേഗ ടി എന്ന് ഇങ്ങനെ എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ തീറ്റ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ I എന്നുള്ളത് IM സൈൻ ഒമേഗ ടി ആവുമ്പം I സ്ക്വയർ എന്ന് പറയുന്നത് എന്താവും, IM സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നാവും. അപ്പോൾ ആ ഇൻ്റഗ്രലിനകത്ത് IM സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വരും. അതിന് ഇൻ്റഗ്രലിനകത്ത് ഞാൻ IM സ്ക്വയറിനെയും ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തു, 2πനെയും ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തു. ഞാൻ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തിട്ടില്ല, ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ. ഇനി സൈൻ സ്ക്വയർ തീറ്റ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി, സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 - cos 2 തീറ്റ ബൈ 2 ആണ്. ഒന്നുകൂടെ എഴുതാം, ഹിയർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് 1 - cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് 1 - cos 2 തീറ്റ ബൈ 2 എന്ന് കൊടുത്തു. ആ 2 പുറത്തേക്ക് എടുത്തപ്പം 2 × 2π എന്തായി, 4π ആയി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് IM സ്ക്വയർ ബൈ 4π ഇൻ്റഗ്രൽ 0 to π 1 - cos 2 തീറ്റ d തീറ്റ. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് കിട്ടും, cos 2 തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് sin 2 തീറ്റ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ആ ഇൻ്റഗ്രൽ എന്തായി, ഇൻ്റഗ്രേറ്റ് ചെയ്തു. 1 എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ d തീറ്റയാണ്, ഇൻ്റഗ്രൽ d തീറ്റ ഈസ് തീറ്റ, ആൻഡ് ഇൻ്റഗ്രൽ cos 2 തീറ്റ ഈസ് sin 2 തീറ്റ ബൈ 2. അപ്പോൾ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ തീറ്റ മൈനസ് sin 2 തീറ്റ ബൈ 2. ലിമിറ്റ് കൊടുത്തു 0 മുതൽ π വരെ. ഈ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വേണമെങ്കിൽ അതൊന്ന് ചെയ്യാനാണ്. ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് IM സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ആദ്യം π കൊടുക്കുക, π മൈനസ് സൈൻ 2π ബൈ 2 മൈനസ് ഇനി 0 മൈനസ് സൈൻ 0 ഡിവൈഡഡ് ബൈ 2 അങ്ങനെ കിട്ടും.
സ്ക്വയർ റൂട്ടിനകത്ത്. ഇതിനകത്ത് ഏതൊക്കെ വാല്യൂ 0? സൈൻ 2π വാല്യൂ 0, 0 ഈസ് ഓൾറെഡി 0, സൈൻ 0 ഈസ് അഗെയിൻ 0. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് im സ്ക്വയർ ബൈ 4π ഇൻറ്റു പൈ സ്ക്വയർ റൂട്ട് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പൈയും ക്യാൻസൽ ചെയ്യാം. റൂട്ട് ഓഫ് im സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. im സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈസ് im ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു im ബൈ 2. ഇതാണ് നിങ്ങൾ പഠിച്ചത്. നിങ്ങൾ ഇതും അവിടെയും സോൾവ് ചെയ്ത് തന്നെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ടിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് im ഡിവൈഡഡ് ബൈ 2 ആണ് കേട്ടോ. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ RMS വാല്യൂ ഈസ് im ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ നിങ്ങൾ IRMS എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ IRMS im ബൈ 2. അപ്പൊ അത് തന്നെ നമ്മളോട് ഡിറൈവ് ചെയ്തത്. ഇനി അതേ ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ടിന്റെ ആവറേജ് വാല്യൂയും കൂടെ കാണണം. ആവറേജ് വാല്യൂ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്റഗ്രല് തന്നെയാണ്, സ്ക്വയർ റൂട്ടും ഇല്ല, അകത്ത് ഐക്ക് സ്ക്വയറും ഇല്ല. അപ്പൊ ഇന്റഗ്രൽ i d θ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. ടൈം പീരീഡ് എത്രയാ? നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ തന്നെ ചെയ്തു, 2π ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എങ്ങോട്ടാ? 0 മുതൽ 2π വരെ. ഇതാണ് i ആവറേജ്. ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2π വരെ ചെയ്യണ്ട, കാരണം മറ്റടുത്തെടുത്ത പോലെ തന്നെ π മുതൽ 2π വരെ സിഗ്നൽ വാല്യൂ 0 ആണ്. അപ്പൊ നിങ്ങൾക്ക് 0 to π ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് i ആവറേജ് ഈസ് 0 to π i d θ. Here also we know i is equal to im sin omega t, അതായത് im sin θ. So you substitute the value of i is equal to im sin θ. അതിനകത്ത് im എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വേണമെങ്കിൽ എഴുതാം ഇന്റഗ്രൽ 0 to π im sin θ by 2π d θ. ഇതിനകത്ത് im ബൈ 2π എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, അതിന് ഞാൻ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ സൈൻ തീറ്റ ചെയ്തു. ഇന്റഗ്രൽ സൈൻ തീറ്റ ഈസ് മൈനസ് കോസ് തീറ്റ. മൈനസ് കോസ് തീറ്റ ചെയ്തു, ലിമിറ്റ് കൊടുത്തു 0 to π. അപ്പൊ im കോസിന്റെ ലിമിറ്റ് കൊടുത്തു. കോസ് തീറ്റയുടെ വാല്യൂ കോസ് π ഈസ് -1, കോസ് 0 ഈസ് 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 - 1 -2 of 2 എന്ന് കിട്ടും. im ബൈ 2π ഇൻറ്റു 2, 2 ഉം 2 ഉം ക്യാൻസൽ ആവും. im ബൈ π. ഇതാണ് നിങ്ങൾ IDC എന്ന് പറഞ്ഞിട്ട് പഠിച്ചത്, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ IDC. അപ്പൊ നമുക്കറിയാം i ആവറേജ് എന്ന് പറഞ്ഞാൽ IDC തന്നെയാണ്, കാരണം ഡെറിവേഷനിൽ പഠിച്ചതാണല്ലോ നമ്മൾ. ഇത്രയും എമൗണ്ട് ഓഫ് ചാർജ് പാസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന DC വോൾട്ടേജ് എത്രയാണോ അതിനെയാണ് ആ AC സിഗ്നലിന്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് IDC എന്ന് പറയുന്നത്. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയർ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. അതിനകത്ത് IRMS എന്ന് പറയുന്നത് im ബൈ 2 എന്നും പഠിച്ചു. IDC എന്ന് പറയുന്നത് im ബൈ π എന്നും പഠിച്ചു. അപ്പൊ അത് തന്നെയാണ് നമ്മളിവിടെ ഒരിക്കൽ കൂടി ഡിറൈവ് ചെയ്തത്. സംശയമില്ലല്ലോ? ഇതിന് ശേഷം ഉള്ള സ്റ്റെപ്പ് വേണമെങ്കിൽ ഇവിടെ ഒന്ന് എഴുതാം. സംശയമുള്ളവർക്ക് ദിസ് ഈസ് ഈക്വൽ ടു im ബൈ 2π ഇൻറ്റു മൈനസ് cos π minus cos 0. So this will be plus cos 0, which is equal to im by 2π into cos π is -1. Minus of -1 is 1, plus cos 0 is 1, which is equal to im by 2π into 2, which is equal to im by π. സംശയമില്ലല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഫോം ഫാക്ടർ എത്ര എന്നുള്ളത് നമുക്ക് കാണാം. RMS വാല്യൂ എന്ന് പറയുന്ന im ബൈ 2, ആവറേജ് വാല്യൂ എന്ന് പറയുന്ന im ബൈ π. സോ ഇറ്റ് ഈസ് π ബൈ 2. പൈന്റെ വാല്യൂ 3.14, 3.14 ബൈ 2 ഈസ് ഈക്വൽ ടു 1.57. നമുക്കറിയാം ഒറിജിനൽ വാല്യൂ എന്ന് AC-യുടെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 1.11 ആണ് വേണ്ടത്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കണ്ടോ 1.57 ആണ്. സോ ഇറ്റ് ഈസ് ഡീവിയേറ്റഡ്. അപ്പൊ അത് നമുക്കറിയാം ഒരു ഹാഫ് സൈക്കിൾ ഇല്ല. ഒരു ഹാഫ് സൈക്കിൾ ഇല്ലാത്തത് കൊണ്ട് ഫോം ഫാക്ടർ എന്ന് പറയുന്നത് മോശമായിരിക്കും, വിച്ച് ഇസ് 1.57. We can see another question. Doubt ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും കൂടെ ചെയ്യാനുണ്ട്. An alternating voltage E is equal to
200 sin 314t is applied to a device which offers an ohmic resistance of 20 ohms. ഓക്കെ, അപ്പോൾ ഈ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? E is equal to 200 sin 314t ആണ്. അപ്പം വോൾട്ടേജ് ആണ്. അപ്പം 200 എന്ന് പറയുന്നതാണ് VM, which offers an ohmic resistance of 20 ohms എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം R-ന്റെ വാല്യൂ 20 ആണ്. While preventing the flow of current in the opposite direction. Calculate the RMS value, average value and form factor for the current over one cycle ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി നമുക്ക് കിട്ടി, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. VM എന്ന് പറയുന്നത് 200 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. R എന്ന് പറയുന്നത് 20 ഓം ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ എന്ത് കാണാം? IM കണ്ടൂടെ? നമ്മൾ പഠിച്ചതാണ് IM ഈസ് ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ R എന്ന് പഠിച്ചു. VM എന്ന് പറയുന്നത് 200 വോൾട്ട്, R എന്ന് പറയുന്നത് 20 ഓംസ്, അപ്പം I എന്ന് പറയുന്നത് 10 ആംപിയർ. അപ്പം നിങ്ങൾക്ക് IM കിട്ടി അല്ലേ? IM കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഈ സർക്യൂട്ട് നമ്മൾ നോക്കണം. ഈ സർക്യൂട്ട് എന്ത് സർക്യൂട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഇത് തെറ്റിപ്പോകും. എന്താണ്? ഫ്ലോ ഓഫ് കറന്റ് ഇൻ വൺ ഡയറക്ഷൻ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ദിസ് ഷോസ് ദാറ്റ് ദിസ് സർക്യൂട്ട് ഈസ് എ ഹാഫ് വേവ് റെക്ടിഫയർ. കണ്ടോ? നമ്മളത് ശ്രദ്ധിക്കാതിരുന്നിരുന്നെങ്കിലോ? ഹാഫ് വേവ് റെക്ടിഫയർ. അല്ല, നമ്മൾ നേരിട്ട് എന്ത് എഴുതിയേനെ? RMS വാല്യൂ ഈസ് ഈക്വൽ ടു IM/√2 എന്ന് എഴുതിയേനെ. പക്ഷേ ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ IRMS എന്താണ്? വേണമെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ച ഒന്ന് മുകളിൽ നോക്കിക്കോ. IRMS എന്ന് പറയുന്നത് കണ്ടോ? IM/2 ആണ് ഹാഫ് വേവ് റെക്ടിഫയർ. ജനറൽ കേസിലാണ് IM/√2. അപ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ ആയതുകൊണ്ട് IRMS ഈസ് IM/2. IM ഈസ് 10 ആംപിയർ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 5 ആംപിയർ. കണ്ടോ? അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് കൊണ്ടാണ് നമുക്കത് തെറ്റായി ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ആവറേജ് എന്തായിരുന്നു? IM/π ആയിരുന്നു. IM/π. IM എന്ന് പറയുമ്പോൾ 10 ആംപിയേഴ്സ്. 10 ആംപിയേഴ്സ് ഡിവൈഡ് ബൈ π. π ഈസ് 3.14. സോ ദിസ് വിൽ കം അറൌണ്ട് 3.18 ആംപിയേഴ്സ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോം ഫാക്ടർ കണ്ടുപിടിക്കാമല്ലോ. ഫോം ഫാക്ടർ നമ്മൾ ജനറലി എഴുതുക KF എന്നാണ്. KF ഇസ് IRMS by I average. IRMS is 5, I average is 3.18 amperes. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ പോലെ 1.57 തന്നെ കിട്ടി. ഇതിൻ്റെ മുകളിൽ കണ്ടോ? ഫോം ഫാക്ടർ ഓഫ് എ ജനറൽ എക്സ്പ്രഷൻ ഫോർ എ ഫോം ഫാക്ടർ ഈസ് 1.57. അപ്പോൾ നമുക്ക് ഫോം ഫാക്ടർ 1.57 തന്നെ കിട്ടും ഹാഫ് വേവ് റെക്ടിഫയർ ആയതുകൊണ്ട്. സോ ദ പ്രോബ്ലം വാസ് സ്ട്രെയിറ്റ്. Now coming to the last problem, compute the average and effective values of a square voltage. അപ്പോൾ നമുക്കൊരു സ്ക്വയർ വേവ് തന്നിട്ടുണ്ട്. ഈ സ്ക്വയർ വേവ് തന്നതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഒരു നമ്മൾ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0 മുതൽ 0.1 സെക്കൻഡ്സ് വരെയാണ് നിങ്ങളുടെ സിഗ്നലിന്റെ വാല്യൂ 20. അതായത് how can you write this voltage? നോക്കുക, V of t is equal to അതുവരെ എഴുതാം. ഓക്കെ, V of t is equal to 20 എപ്പം 0 less than t less than 0.1. 0 മുതൽ 0.1 വരെ മാത്രം 20. പിന്നെയോ V of t is equal to 0 for 0.1 less than t less than 0.3. കണ്ടോ? V of t എന്ന് പറഞ്ഞാൽ ഇതാണ്. 0 to 0.1 വരെ 20 വോൾട്ടും 0.1 to 0.3 എന്ന് വരെ വോൾട്ടേജ് 0. അതിനുശേഷം ആ സെയിം സിഗ്നൽ തന്നെയാണ് പിന്നെയും വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇതിന്റെ ടൈം പീരീഡ് എത്രയാണ്? t ഈസ് ഈക്വൽ ടു 0.3 സെക്കൻഡ്സ്. ഉണ്ടോ? ഇത്രയാണ് ഇതിന്റെ ടൈം പീരീഡ്. ദിസ് ഈസ് ദ ടൈം പീരീഡ്. കാരണം അത് കഴിഞ്ഞാൽ ഈ സിഗ്നൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇത്രയും കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി.
ഇത്രയും കാര്യം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആവറേജ് വാല്യൂ, ഇഫക്റ്റീവ് വാല്യൂ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ സിഗ്നല് 0.3 സെക്കൻഡ്സിലേക്കാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. 0.3 സെക്കൻഡ്സ് കഴിഞ്ഞാൽ വീണ്ടും ആ സെയിം സിഗ്നൽ തന്നെയാണ് വരുന്നത്. ആ സിഗ്നലിൻ്റെ വാല്യൂ 0 മുതൽ 0.1 വരെ 20 വോൾട്ടും 0.1 മുതൽ 0.3 വരെ അതിൻ്റെ വാല്യൂ 0 വോൾട്ടുമാണ്. അപ്പം അങ്ങനെ നമുക്ക് എങ്ങനെ ആവറേജ് വാല്യൂ കാണാം? അപ്പോൾ വി ആവറേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പ്രഷൻ? 0 മുതൽ നമ്മുടെ ടി എത്രയാണോ ടി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നിങ്ങളുടെ സിഗ്നൽ വി ഓഫ് ടി ഡി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. അപ്പോൾ 1/t. ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി വെറുതെ. ടീൻ്റെ വാല്യൂ 0.3 ഇൻ്റഗ്രൽ 0 to 0.3 വി ഓഫ് ടിൻ്റെ വാല്യൂ എത്രയാണ്? 20 വോൾട്ട്, 20 dt. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0.3 തന്നെയാണ്. 0 to 0.3 വരെ നിങ്ങളുടെ സിഗ്നലിൻ്റെ വാല്യൂ, അല്ല സോറി, ഇവിടെ 20t എന്ന് ഇപ്പം എഴുതാൻ പറ്റില്ല, വി ഓഫ് ടി തന്നെ എഴുതാം. അതിന് ഞാൻ വി ഓഫ് ടി എന്ന് തന്നെ എഴുതി. പക്ഷേ ഈ വി ഓഫ് ടിയുടെ വാല്യൂ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് താഴെ. എന്താണ് വാല്യൂ? 0 മുതൽ 0.1 വരെയാണ് 20 dt പ്ലസ് 0.1 മുതൽ 0.3 വരെ 0 dt. ഇതാണ് നിങ്ങളുടെ സിഗ്നൽ. ഈ രണ്ടാമത്തെ ഇൻ്റഗ്രൽ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? അതിൻ്റെ വാല്യൂ 0 ആയി മാറും. അപ്പോൾ 1/0.3 20 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 20/0.3 ഇൻ്റഗ്രൽ dt is t in the limit 0 to 0.1. അപ്പോൾ എന്ത് ചെയ്യും? 20/0.3 into 0.1 മൈനസ് 0. അത് എത്ര കിട്ടും? 20/3 6.67. ഉണ്ടോ? ആവറേജ് വാല്യൂ ഇസ് 6.67. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എഫക്റ്റീവ് വാല്യൂവും കാണാം. എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ RMS. അപ്പോൾ വി RMS എങ്ങനെയായിരിക്കും? ഈസ് ഈക്വൽ ടു 1/√1/t ഇൻ്റഗ്രൽ 0 to t വി ഓഫ് ടി സ്ക്വയർ dt. സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്കിനി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. സ്ക്വയർ റൂട്ട് ഓഫ് ടി, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ 0.3. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 0.1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 0 to 0.1 20 സ്ക്വയർ dt സ്ക്വയർ റൂട്ട്, which is equal to square root of 1/0.3. 20 square is 400. അപ്പം ഞാൻ 400നെ പുറത്തേക്ക് എടുത്തു. t in the limit 0 to 0.1, which is equal to square root of 400 into 0.1 divided by 0.3, which is equal to square root of 400/3. Square root of 400/3. ഇത് ചെയ്ത് നോക്കുമ്പോൾ this will come around 11.5 volt. This is the RMS value of the signal. അപ്പോൾ ഇതുപോലത്തെ സിഗ്നൽസ് നിങ്ങൾക്ക് തരും. സിഗ്നൽസ് തന്നിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ RMS വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ സീരീസിനും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു വേവ് ഫോം തന്നിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ, അതിൻ്റെ എന്താ പറയുക, ആവറേജ് വാല്യൂ, RMS വാല്യൂ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ആദ്യം നിങ്ങളുടെ സിഗ്നലിൻ്റെ ടൈം പീരീഡ് കാണാം. ആ ടൈം പീരീഡിനകത്ത് സിഗ്നൽ, ആ ടൈം പീരീഡിനകത്ത് എന്താണ് ആ സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ എന്നുള്ളത് എഴുതണം. എന്നിട്ട് ആവറേജ് വാല്യൂ കാണാൻ ഈ ഫോർമുല യൂസ് ചെയ്യുക, RMS വാല്യൂ കാണാൻ വേണ്ടി ഈ ഫോർമുല യൂസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒറ്റടിക്ക് പറയുമ്പോൾ ഇത് മുഴുവൻ തലയിൽ കയറുമെന്ന് നിർബന്ധമില്ല. ഞാൻ റെക്കോർഡഡ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അതുപോലെ PPT നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക, ഒന്നുകൂടെ പഠിക്കുക. ഇത് കൂടാതെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പല പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾക്ക് നോക്കി ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇങ്ങനത്തെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ചോദിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിങ് ചെയ്തോളൂ.
ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം.